നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വീണ്ടും കരുത്താർജിച്ചു എന്നത് ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ വിറളി പിടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ കൊന്നൊടുക്കുന്ന കാഴ്ച കൃത്യമായി അത് മനുഷ്യ മനസ്സുകളുടെ ആഴങ്ങളിൽ ഹൃദയം നിലച്ചു പോകുന്ന രീതിയിലുള്ള ഭീതിയായ ഭയാനകമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ അടുത്ത കാലം വരെ ജനങ്ങളുടെ മുമ്പിൽ ദുരിത പെയ്ത്തായി കണ്ടുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യങ്ങൾ ഇസ്രയേലിന് പ്രതികൂലമാണ്. ഇസ്രയേൽ അമേരിക്കയോട് എന്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള മുറവിളി കൂട്ടുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇറാനെ ഭയപ്പെടുന്നു എന്ന ചോദ്യം ആവർത്തിക്കുമ്പോൾ പ്രോക്സി ഗ്രൂപ്പുകൾ അതിനുള്ള മറുപടി ആയുധം കൊണ്ട് തന്നെ കൊടുക്കുകയാണ്. വളരെ വൈകാതെ തന്നെ പ്രോക്സി ഗ്രൂപ്പുകൾ വ്യക്തമായി ഇസ്രയേലിന് മറുപടി കൊടുക്കും. ഇസ്രയേലിൻ്റെ ഗർവ് അടക്കും. ഇസ്രയേലിൻ്റെ ഈഗോ അടിച്ചൊതുക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഹമാസും ഹിസ്ബുള്ളയും നടത്തുന്നത്. നോക്കൂ, ഹൂതി വിമതർ അവരുടെ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രൂപരേഖയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യാക്രമണങ്ങൾ. ഇസ്രയേലിലെ പ്രധാന കേന്ദ്രങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ അടിച്ച് തകർത്തുകൊണ്ട് ഇസ്രയേലിലെ സാമ്പത്തിക ഭദ്രതയെ പിടിച്ചു കുലുക്കുക എന്നത് കൂടിയാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ശ്രമം. ഈ ഒരു ഘട്ടത്തിൽ ഇറാനോട് നേരിട്ട് യുദ്ധം ചെയ്ത് ഇസ്രയേലിന് ഇനി 10 മടങ്ങ് ശക്തി ആർജിക്കാൻ കഴിയില്ല. ഇസ്രയേൽ ഇപ്പോൾ ഡിഫെൻസീവ് രീതിയിലേക്കാണ്. ഇറാൻ ആണെങ്കിൽ ഏറ്റവും അഗ്രസീവായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും പറയാനോ വരാനോ ഇല്ല. കാരണം ഒരേ സമയം GCC രാജ്യങ്ങളോട് അവിടുത്തെ അമേരിക്കയുടെ എയർ ബേസിനുകൾ അടിച്ചു തകർക്കാൻ വേണ്ടി ഇറാൻ നടത്തിയ പോരാട്ടം, ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയും പ്രധാന മതനേതാവായ അയത്തുള്ള അലി ഖാമനെയും വധിച്ചപ്പോൾ ഇറാൻ ഒരു രീതിയിലും ആത്മവീര്യം ചോരാതെ നടത്തിയ തിരിച്ചടി എത്രത്തോളം ഭയാനകമായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു എന്ന നേതാവ് ഭീരുവിനെ പോലെ ഏറ്റവും ഭയത്താൽ ഇറാനെ നോക്കി നിൽക്കുകയും ഇറാനിൽ നിന്ന് അഭയം ലഭിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച. ദിവസങ്ങളോളം അയാൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ബങ്കറിൽ ഒളിച്ചിരുന്ന് വലിയ തോതിലുള്ള വീരവാദങ്ങൾ മുഴക്കുമ്പോൾ ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഇന്നല്ലെങ്കിൽ നാളെ ആ ചെകുത്താനെ ഞങ്ങൾ കണ്ടെത്തും, നശിപ്പിക്കും എന്നത് തന്നെയാണ്. ഇവിടെ നോക്കൂ, ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രോക്സി ഗ്രൂപ്പുകൾ വളരെ വലിയ പങ്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലും അല്ലാതെയും പ്രോക്സി ഗ്രൂപ്പുകളെ തീവ്രവാദി സംഘടനകളാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ പൈശാചിക ബുദ്ധിയെ പൊളിച്ചടുക്കുകയാണ് ഇറാൻ.